4.5 പതിറ്റാണ്ട് കാലമായി തിയേറ്ററിൽ മാത്രം പോയി സിനിമകൾ കണ്ട നിർവൃതി അടയുന്ന ഒരു 65 വയസ്സുകാരിയുണ്ട് തൃശ്ശൂരിൽ. അരിമ്പൂർ സ്വദേശി ലീലയാണ് സിനിമയെ തൻ്റെ ജീവിതചര്യയുടെ ഭാഗമാക്കിയത്. ഇക്കാലയളവിൽ 689 സിനിമകളാണ് ലീല തിയേറ്ററിൽ പോയി കണ്ടത്. കണ്ട സിനിമകളുടെ പേരുകൾ എഴുതാനായി ഒരു കുഞ്ഞു പുസ്തകവും ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. ലീലയ്ക്ക് പ്രായം 65. വാർദ്ധക്യത്തിൻ്റെ ആധികളില്ല. എപ്പോഴും മനസ്സ് സന്തോഷിക്കണം, ഉല്ലസിക്കണം. അതിനായി ഇടയ്ക്കിടെ സിനിമകൾ കാണണം, അതും തിയേറ്ററിൽ പോയി മാത്രം. അങ്ങനെ ഇതുവരെ കണ്ടു തീർത്തത് 689 സിനിമകൾ. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഒരു സിനിമ കണ്ടുവന്ന് ആ വിഷമങ്ങളെല്ലാം തീരും. എന്നോടൊപ്പം തന്നെ എൻ്റെ ഭർത്താവും മക്കളും എൻ്റെ അമ്മയും എല്ലാവരും അതിനോടൊപ്പം യോജിച്ച് നിൽക്കുന്ന ഒരാൾക്കാരാണ്. ചില ദിവസങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരു ദിവസം തന്നെ 2 സിനിമയും കണ്ടിരിക്കും. അതായത് ഫസ്റ്റ് മാറ്റിനി കണ്ടു വന്നാൽ സെക്കൻഡ് കാണാൻ പോകും. അത്രയും ജീവനാണ് എനിക്ക് സിനിമ എന്ന് വെച്ചാൽ. കണ്ട സിനിമകളുടെ കണക്കുകൾ കൃത്യമായി ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ലീല ജനിച്ചത് സിലോണിലാണ്. 3ാം ക്ലാസ് വരെയാണ് പഠിക്കാൻ സാധിച്ചത്. തൃശ്ശൂർ നെല്ലിക്കുന്നിലായിരുന്നു ലീലയുടെ ചെറുപ്പകാലം. അക്കാലത്ത് വീടിനടുത്തുള്ള ഉദയ ടാക്കീസിൽ സിനിമകൾ കണ്ടാണ് തുടക്കം. സിനിമ കാണാനായി പോകാൻ അമ്മയും സഹോദരങ്ങളുമായിരുന്നു കൂട്ട്. ഓലക്കൊട്ടകയിൽ തറയിലിരുന്ന് സിനിമ കണ്ടിരുന്ന കാലം ലീലയ്ക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. പെരിയാറേ പെരിയാറേ പർവ്വതനിരയുടെ പനനീരിൽ കുളിരും കൊണ്ടു കൂണങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. 1978 തൃശൂർ സ്വദേശിയായ ജോയിയെ വിവാഹം കഴിച്ചതോടെ സിനിമാ ഭ്രമം കൂടി. രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് നിരവധി സിനിമകൾക്ക് പോയി. വിവിധ ആശുപത്രി ക്യാൻറ്റീനുകളിൽ 3 പതിറ്റാണ്ടോളം ലീല പാചകത്തൊഴിലാളിയായി ജോലി ചെയ്തു. അക്കാലയളവിൽ ഒളരി ഷീബ തിയേറ്ററിൽ ശനിയാഴ്ചകളിൽ സിനിമ കാണാൻ പതിവായി എത്തുന്ന ലീലയ്ക്ക് കൂട്ടിനായി അയൽവാസികളായ സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്നു. ആദ്യകാല സിനിമകളുടെ പോസ്റ്ററുകളും പത്രത്താളുകളിലെ സിനിമാ വിശേഷങ്ങളും ലീല സൂക്ഷിച്ചിട്ടുണ്ട്. 1975 നാട്ടിൽ കാളവണ്ടിയിൽ വന്ന് വിതറിയ അഭിമാനം എന്ന സിനിമയുടെ പോസ്റ്റർ കേടുകൂടാതെ ലീലയുടെ കൈവശം ഇപ്പോഴുമുണ്ട്. ശാരദയാണ് ലീലയുടെ ഇഷ്ടപ്പെട്ട നടി. നസീറിൻ്റെ 500ാമത്തെ പടം കരുപുരണ്ട ജീവിതമാണ്. അതേപോലെ തന്നെയാണ് ആ പടം. അങ്ങനെ തന്നെ സത്യമാഷ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കാര്യമാണ്. സത്യമാഷ അന്ന് എനിക്ക് ഈ നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ എനിക്ക് 13 വയസ്സാണ് പ്രായം. മിഷൻ ആസ്പത്രിയിൽ എൻ്റെ അപ്പച്ചൻ വയ്യാതെ കിടക്കുമ്പോൾ അവിടെ വിൽക്കാൻ കൊണ്ടുവന്നതിന് ഒരു ബുക്ക് ഞാൻ വാങ്ങിച്ചതാണത്. ഇന്നും ഞാൻ ഇത്രയും വയസ്സിൽ അതെല്ലാം കാത്തു സൂക്ഷിച്ച് വെക്കും. ആദ്യം വീടിന്റെ കട്ടിളപ്പടിയിലും മറ്റുമാണ് സിനിമാ പേരുകൾ എഴുതിയിരുന്നത്. പിന്നീട് അത് ഒരു പഴയ പുസ്തകത്തിലേക്ക് മാറ്റി. ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ പോയി കണ്ട വിക്രം എന്ന സിനിമയുടെ പേരും ലീലയുടെ കൈപ്പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വൃശ്ചികരാത്രി തെൻ അരമന മുറ്റത്തോരു പിച്ചക പൂ പന്തലൊരുക്കി വാനം പിച്ചക പൂ പന്തലൊരുക്കി. അമൃത ന്യൂസ്, തൃശ്ശൂർ.